ആദ്യം 40 ബേസായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണനക്രിയയാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഉദാഹരണം തന്നിട്ടുണ്ട് 48 ഗുണം 36. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളും അതിൻ്റെ ബേസുമായിട്ട് ഡിഫറൻസ് കണ്ട് അതാത് സംഖ്യകളുടെ റൈറ്റ് സൈഡിൽ എഴുതുന്നു. 48 എന്ന് പറയുമ്പോൾ 40 ഡിഫറൻസ് +8 ആണ്. അതുകൊണ്ട് +8 അതിൻ്റെ വലതുവശത്ത് എഴുതുന്നു. 36 40 കുറവാണ്, 40 - 36 ആണ്, അത് -4 അതിൻ്റെ വലതുവശത്ത് എഴുതുന്നു. അടുത്തായി ഡിഫറൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. +8 × -4 -32 എന്ന് കിട്ടും. അടുത്തത് ഇടതുവശത്ത് തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു. 48 + 36 86 എന്ന് കിട്ടുന്നു. ആ 84 നിന്ന് ബേസ് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ 44 കിട്ടുന്നു. 44 വീണ്ടും ബേസ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഉത്തരം 1760 എന്ന് കിട്ടുന്നു. ഇത് നമ്മുടെ ഫൈനൽ ആൻസർ അല്ല. ഫൈനൽ ആൻസർ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. 1760 കൂടെ ഡിഫറൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ -32 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 1728 ഫൈനൽ ആൻസർ കിട്ടുന്നു. ഇതാണ് ഫൈനൽ ആൻസർ. 50 ഉപയോഗിച്ചുള്ള ഗുണന ട്രിക്കിൻ്റെ ആദ്യ ഉദാഹരണമാണ് ചെയ്യാൻ പോകുന്നത്. 54 × 49. 54 × 49. ആദ്യം ഡിഫറൻസുകൾ നമ്മൾ വലതുവശത്ത് എഴുതുന്നു. അതായത് ബേസുമായിട്ടുള്ള ഡിഫറൻസ് വലതുവശത്ത് എഴുതുന്നു. +4 കിട്ടും, കാരണം 50 + 4 ആണ് 54. അടുത്തത് 50 - 1 ആണ് 49, അതിനാൽ -1 വലതുവശത്ത് എഴുതി. ഇനി ഡിഫറൻസസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -4 കിട്ടുന്നു. അടുത്തത് ഇടതുവശത്തുള്ള നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ബേസ് കുറയ്ക്കുന്നു. അതായത് 50 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 53 കിട്ടുന്നു. യെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2650 നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ കൂടെ ഡിഫറൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ -4 ആഡ് ചെയ്യുന്നു. അങ്ങനെ ഫൈനൽ ആൻസറായിട്ട് നമുക്ക് 2646 കിട്ടുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് യാദൃച്ഛികമായി ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അത് സദയം ക്ഷമിക്കണം. റീ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.